പ്രതിഷേധ സമരങ്ങൾക്ക് നേരെ പോലീസിന്റെ സമീപനമാണല്ലോ, പോലീസ് നടത്തുന്ന ബലപ്രയോഗം, അതൊക്കെയാണല്ലോ ചർച്ചാ വിഷയം. അപ്പോൾ ഒരു മന്ത്രിയുടെ നേരെ കറുത്ത പതാക ഉയർത്തിയിട്ട്, കറുത്ത തൂവാലകൾ ഉയർത്തിയിട്ട്, ആ കൊടി കെട്ടാൻ ഉപയോഗിക്കുന്ന വടി പോലും അന്നില്ല എന്നാണ് അന്വേഷണ കമ്മീഷനെല്ലാം കണ്ടെത്തിയത്. കറുത്ത തൂവാലകൾ ഉയർത്തി വീശിയതിന് 5 പേരെ വെടിവെച്ച് കൊന്ന അനുഭവമാണ് കേരളത്തിലുള്ളത്. അതാണ് കേരളത്തിൻ്റെ അനുഭവം. ആ കേരളത്തിൻ്റെ ഓർമ്മകളോടുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം വിവാദമാക്കിക്കൊണ്ട് ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ചരിത്രം ഇതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിലുള്ള നടപടിയോ അത്തരം കാര്യങ്ങളെക്കുറിച്ചോ എനിക്കറിയില്ല. ഞാനതിലൊരു അഭിപ്രായം പറയാൻ മുതിരുന്നുമില്ല. അങ്ങനെ ഒരു വിരുദ്ധാഭിപ്രായത്തിൻ്റെയും പ്രശ്നമില്ല. ഓരോ വ്യാഖ്യാനങ്ങളുണ്ടാവും. ഓരോരുത്തരും അവരവരുടേതായ ശൈലിയിൽ കാര്യങ്ങൾ പറയുന്നുമുണ്ടാവും. അതിനെ സംബന്ധിച്ചെല്ലാം ആധികാരികമായി തന്നെ ഇതിനോടകം വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാം വ്യവസ്ഥാപിതമായിരിക്കണം, നിയമപരമായിരിക്കണം, സർക്കാരിൻ്റെ അറിവിലും മുൻകൈയിലുമായിരിക്കണം. ഇത്തരം കാര്യങ്ങളല്ലേ പൊതുവെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് ഇപ്പോഴും പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ആവർത്തിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവാദത്തിന് സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാ 2 ലേഖനം? ആ വാർത്ത തന്നെയാണ് പറയുന്നത് അല്ലേ? അല്ല, അതിലൊന്നും അതല്ലല്ലോ ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. കാരണം അതിന് ശേഷം സത്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ ദേശാഭിമാനി ഉയർത്തി കാണിച്ചത് മറ്റാരും അറിയാത്തൊരു കാര്യം ദേശാഭിമാനിയിൽ മാത്രം വന്നിരിക്കുന്നു, ഏതാണ് ഇതിൻ്റെ സോഴ്സ്, ഇത് എവിടുന്ന് കിട്ടി വാർത്ത എന്നൊക്കെയല്ല അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു. മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് വ്യക്തമായി. അപ്പോൾ ദേശാഭിമാനിക്കെതിരെ മുഖ്യമന്ത്രി തന്നെ ഉയർത്തിയ വിമർശനവും ഒരാക്രമണവും അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന നിലയിലേക്കാണ് വന്നത്. പിന്നെ വാർത്തകളുടെ കാര്യത്തിലാണ്. ഇപ്പോൾ ഒരു വാർത്ത ലഭിക്കുന്നു, ആ വാർത്ത ലഭിക്കുമ്പോൾ ആ ലേഖകൻ ആ വാർത്ത തയ്യാറാക്കും. അത് അദ്ദേഹത്തിൻ്റെതായ നിലയിൽ അത് പരിശോധിച്ചിട്ടായിരിക്കും തയ്യാറാക്കുക. എന്നാൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുന്ന സമയത്ത് ആ നിലപാട് പത്രം പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. അതിലൊന്നും വേറെ വലിയ കാര്യമില്ല. വിഴിഞ്ഞത്ത് ഇപ്പോൾ CPM സ്വീകരിക്കുന്ന നിലപാട് UDF-ന് ക്രെഡിറ്റ് നൽകാനേ സഹായിക്കൂ എന്നാണ് കഴിഞ്ഞ ദിവസം EP ജയരാജൻ ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞത്. അതും ഇപ്പോഴുള്ള CPM മുതിർന്ന നേതാക്കളുടെ നിലപാടുകളും തമ്മിൽ ശരിക്കും വ്യത്യാസമല്ലേ വരുന്നത്? അല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു CPIM നേതാവിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് വിശദീകരണം വേണമെങ്കിൽ അവർ തന്നെയാണ് വിശദീകരിക്കാൻ അതിൽ പ്രാപ്തിയുള്ളവർ, അല്ലെങ്കിൽ അവരാണത് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുക. ഈ കാര്യങ്ങളിലൊന്നും പാർട്ടിയിൽ ഒരാശയക്കുഴപ്പമില്ല. ഞാൻ വിചാരിക്കുന്നത് അക്കാര്യങ്ങളെല്ലാം ഇതിനോടകം വ്യക്തമായിട്ടുണ്ടെന്നാണ്. പാർട്ടി ആ കാര്യത്തിൽ കൃത്യമായി പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഓരോ നേതാക്കളും അവരുടേതായ ശൈലിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അതിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പത്തിൻ്റെ ഒരു സാഹചര്യവും ഇല്ല, ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല.